എവരിവൺ, നമ്മുടെ നെക്സ്റ്റ് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇവിടെ നിഫ്റ്റി ബാങ്ക് നിഫ്റ്റി സെൻസെക്സ് മിഡ് ക്യാപ് നിഫ്റ്റി അനാലിസിസ് ചെയ്യും. ഈ അനാലിസിസ് നമ്മളെ നാളത്തേക്ക് ഉള്ള അനാലിസിസ് ആണ്. ദാറ്റ് മീൻസ് മൺഡേത്തേക്കുള്ള അനാലിസിസ് ആണ്. ഇവിടെ ഷെയർ ചെയ്യുന്ന ലെവൽസ് ലേണിംഗ് പർപ്പസ് ലെവൽസ് ആണ്. ഏൺ ചെയ്യുക അതാണ് നമ്മുടെ സ്ട്രാറ്റജി. ഫസ്റ്റ് നിഫ്റ്റി അനാലിസിസ് അടക്കം. നിഫ്റ്റി ലാസ്റ്റ് വീഡിയോ ഞാൻ ഷെയർ ചെയ്തായിരുന്നു. ഈ ഒരു ചാനലാണ്. സോ ആ ഒരു ചാനലിൻ്റെ നമ്മൾ നോക്കുവാണെങ്കിൽ ഇൻസൈഡ് ചാനലിൻ്റെ അകത്ത് നമ്മുടെ ഇപ്പോൾ പ്രൈസ് എത്തിയേക്കാനാണ്. ആൻഡ് എക്സാക്ട്ലി ചാനലിൻ്റെ ലോവർ പൊസിഷൻ അവിടെ നിന്ന് സപ്പോർട്ട് എടുത്തുകൊണ്ടിരിക്കുന്നു. ഓക്കെ, സോ ഇതാണ് ഈ ഒരു സ്റ്റിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ പിക്ചർ ബിഗർ ടൈം 15 മിനിറ്റ്സ് ടൈം ഫ്രെയിമിൻ്റെ. ഓക്കെ, സോ പിന്നെ ഇനി ഞാൻ ഈ ഒരു ചാനൽ ഡിലീറ്റ് ചെയ്യുന്നു. ആൻഡ് മേ ബി ഒരു ചാൻസസ് ഇപ്പോൾ ഉണ്ട്. മാർക്കറ്റ് ഫുള്ള് ഒരു സ്ട്രക്ചർ ഇത് ഇവിടെ നിന്ന് നോക്കുകയാണെങ്കിൽ യെസ്, ഇങ്ങനത്തെ ഒരു ചാനലിൽ മേ ബി നമുക്ക് അപ്കമിങ് ടൈമിൽ കിട്ടാനുള്ള ചാൻസസ് ഉണ്ടാവും. റെസ്പെക്ട് ചെയ്യുന്നുണ്ടോ ഇല്ല എന്ന് നോക്കണം കേട്ടോ. ഇത് കണ്ടോ, ക്ലോൺ എടുക്കുക. എന്നെ എക്സാക്ട്ലി നമ്മൾ നോക്കുകയാണെങ്കിൽ എക്സാക്ട്ലി ഇങ്ങനത്തെ ഒരു പിക്ചറാണ്. ഓക്കെ, സോ ഇതാണ് മാർക്കറ്റ് സ്ട്രക്ചർ. ഞാൻ താഴത്ത് 3 ലെവൽസ് ഉണ്ട്, ഡിലീറ്റ് ചെയ്യുകയാണ്. നമുക്ക് ഫ്രഷ് ലെവൽ ഡിസ്കസ് ചെയ്യാം. ഓക്കെ, റെസിസ്റ്റൻസ് അതുപോലെ തന്നെ ലാസ്റ്റ് വീഡിയോ ഷെയർ ചെയ്ത റെസിസ്റ്റൻസ് അത് തന്നെയാണ്. എക്സാക്ട്ലി ലാസ്റ്റ് വീഡിയോയിൽ ഞാൻ പറഞ്ഞ ആ വീഡിയോ മസ്റ്റായിട്ടൊന്ന് കാണണം. ഐ തിങ്ക് ഒത്തിരി പേര് കണ്ടിട്ടുണ്ടാവില്ല. ന്യൂ സബ്സ്ക്രൈബേഴ്സ് മസ്റ്റ് ആ വീഡിയോ കാണണം. ഞാൻ എന്താ പറഞ്ഞായിരുന്നു, ഫോൾ വരുമ്പോൾ എ ബി സി സ്ട്രക്ചറിൽ ഫോൾ വരുള്ളൂ. ഇതുണ്ട് എ ആൻഡ് ബിയുടെ ബൗൺസ് ആൻഡ് സിയുടെ ഫോൾ. ഓക്കെ, സിയുടെ ഫോൾ 5 മൂവ്സിൽ വരുള്ളൂ. ആൻഡ് എക്സാക്ട്ലി നമ്മൾ നോക്കുകയാണെങ്കിൽ പ്രോപ്പർ ആ ഒരു ഫ്ലാറ്റ് ഓപ്പണിംഗ് ആയിരുന്നു ലാസ്റ്റ് വീഡിയോയിൽ. ഫ്ലാറ്റ് ഓപ്പണിംഗ് തന്നെ എവിടെ തന്നെ ഫോൾ വരാൻ തുടങ്ങി. അതാണ് എലിറ്റ് വേവ് തിയറി. എലിറ്റ് വേവ് തിയറി അതേപോലെ നമ്മൾ നോക്കുകയാണെങ്കിൽ വർക്ക് ചെയ്യുള്ളൂ. മോസ്റ്റ്ലി നമുക്ക് കറക്റ്റായിട്ട് പിടിക്കാൻ അറിയണം. ദാറ്റ് മീൻസ് ഏത് മൂവ് എങ്ങനെയാണ്. കറക്ഷൻസ് മോസ്റ്റ്ലി എ ബി സിയിലെ ഈ സ്ട്രക്ചറിലായിരിക്കുള്ളൂ. ആൻഡ് ഇമ്പൾസ് 5 മൂവ്സിലായിരിക്കുള്ളൂ. വീഡിയോസ് ഇഷ്ടംപോലെ ഉണ്ട്, കൊടുത്തിട്ടുണ്ട് ഓൾറെഡി. ലേണിംഗ് വീഡിയോസ് നമ്മുടെ പ്ലേലിസ്റ്റിൽ ഒരു ഫോൾഡർ ഉണ്ടാക്കിയിട്ടുണ്ട്. അതിനകത്ത് ലേണിംഗ് വീഡിയോസിൻ്റെ ഒരു ഫോൾഡറാണ്. ഓക്കെ, അതിനകത്ത് നമ്മൾ നോക്കുകയാണെങ്കിൽ കറക്ഷൻസിന് ഇഷ്ടംപോലെ വീഡിയോ ഉണ്ട്. എലിറ്റ് വേവ് തിയറീസിൻ്റെ വീഡിയോ ഉണ്ട്. എലിറ്റ് വേവ് തിയറി 1 2 3 4 5 അങ്ങനെ വീഡിയോസ് ഫുള്ള് കംപ്ലീറ്റഡ് ആണ്. അപ്കമിങ് ടൈമിൽ കുറച്ചുകൂടി ബെറ്റർ ആയിട്ട് വീഡിയോസ് തരാനുള്ള എനിക്ക് ഷെയർ ചെയ്യാനുള്ള ഒരു ഇതാണ്. പക്ഷേ നിങ്ങൾ എല്ലാവരും കൂടി സപ്പോർട്ട് ചെയ്യണം, ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യാൻ മറക്കരുത്. സോ സപ്പോർട്ട് തരുവാണെങ്കിൽ അപ്കമിങ് ടൈമിൽ നല്ലൊരു വീഡിയോസ് വീണ്ടും ഞാൻ ഷെയർ ചെയ്യും. ഓക്കെ, സോ ഇതാണ് ഈ ഒരു സ്ട്രക്ചർ. ഇതെന്തായാലും നിങ്ങൾ മാർക്ക് ചെയ്ത് വെച്ചോളൂ. ഇത് ഡിലീറ്റ് ചെയ്യരുത്. കാരണം വെച്ചാൽ ഇതൊരു നമുക്ക് അപ്കമിങ് ടൈമിൽ ബിഗർ ടൈം ഫ്രെയിം മേ ബി അങ്ങനെ ഒരു വർക്ക് ചെയ്യാനുള്ള ഒരു സപ്പോർട്ട് വർക്ക് ചെയ്യാനുള്ള ചാൻസസ് ഉണ്ട് ഇങ്ങനത്തെ ഒരു ചാനലാണെങ്കിൽ. ഓക്കെ, സോ ചാനലാണെങ്കിൽ ഇവിടെ വന്ന് സപ്പോർട്ട് എടുത്തിട്ട് തിരിച്ച് കയറേണ്ടതാണ്. ഓക്കെ, 3rd ടാപ്പ് ആയിരിക്കുള്ളൂ. ഇപ്പോൾ ഇത് നമ്മൾ നോക്കുകയാണെങ്കിൽ ഫസ്റ്റ് ടാപ്പ്, സെക്കൻഡ് ടാപ്പ്, 3rd ടാപ്പ് ഇവിടെ വരണം. മുകളിൽ 2 ടാപ്പ് ആയിട്ടുള്ളൂ. ഓക്കെ, 1 2. ഓക്കെ, സോ ചാനൽ ദാറ്റ് മീൻസ് ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇൻ കേസ് ചാനൽ ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ സോ വീക്ക്നെസ് തുടങ്ങും ഫർദർ ഡൗൺ സൈഡുള്ള. ഓക്കെ, കൗണ്ടിങ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് സ്റ്റിൽ 1 2 ആൻഡ് 3rd വേവിൻ്റെ ആണ്. ഇത് ഫുൾ 3rd വേവിൻ്റെ ആണ്. ഓക്കെ, 3rd വേവിൻ്റെ ആണ് ഈ ഒരു ഫുൾ പാർട്ട്. സോ 4th ഫോൾ അപ്കമിങ് ടൈമിൽ നമുക്ക് കിട്ടാനുള്ള ചാൻസസ് ഉണ്ടാകും. ഓക്കെ, ഇനി ഞാൻ ഇത് റീഡ് ചെയ്യണത് എങ്ങനെയാണ്. ഓക്കെ, 5 മിനിറ്റ്സ് ടൈം ഫ്രെയിം വരാം. റെസിസ്റ്റൻസ് അതുപോലെ തന്നെ മാർക്ക് ചെയ്യണം. ഇനി ഞാൻ ഇത് റീഡ് ചെയ്യണത് ടൈപ്പ് ഓഫ് എക്സ്പാൻഡിങ് ട്രയാങ്കിൾ ഓർ 333 കറക്ഷൻ ടൈപ്പാണ് ഇതെനിക്ക് തോന്നുന്നത്. കണ്ടോ, ഇതിങ്ങനത്തെ ഒരു. സോ ഇന്നലെ ഐ തിങ്ക് കമൻറ്റ് സെക്ഷനിൽ ഞാൻ കമൻറ്റ് ചെയ്തായിരുന്നു ഇങ്ങനെ. ദാറ്റ് മീൻസ് മാർക്കറ്റിൻ്റെ സ്ട്രക്ചർ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇങ്ങനത്തെ ഒരു 333 കറക്ഷനിലാണ്. എല്ലാവരും ആക്റ്റീവ് ആവുക. നമ്മുടെ ഈ ഇപ്പോൾ ഞാൻ ഉണ്ടാക്കുന്ന വീഡിയോയിൽ എന്തെങ്കിലും എനിക്ക് ഡിഫറെൻ്റ് ആയിട്ട് നാളെ മാർക്കറ്റിൽ ലൈവായിട്ട് എനിക്ക് തോന്നുകയാണെങ്കിൽ ഈ കമൻറ്റ് സെക്ഷനിൽ കമൻറ്റ് ചെയ്യാറുണ്ട്. സോ അവിടെയും ആക്റ്റീവ് ആവണം. അപ്പോൾ ഞാൻ അങ്ങനെ ലെവൽസും ഷെയർ ചെയ്യാറുണ്ട്. സംടൈംസ് എന്തെങ്കിലും പാറ്റേൺസ് ഫോം ചെയ്യുകയാണെങ്കിൽ അതും ഞാൻ ഷെയർ ചെയ്യാറുണ്ട്. ഇതുപോലത്തെ ഈ പാറ്റേൺ ഞാൻ ലാസ്റ്റ് ഫ്രൈഡേ ഞാൻ ഷെയർ ചെയ്തായിരുന്നു. അതേ ഒരു പാറ്റേൺ ഫോം ചെയ്തിട്ടുണ്ട്. ആൻഡ് മാർക്കറ്റ് എക്സാക്ട്ലി വേണ്ട 333 കറക്ഷൻ്റെ ഞാൻ പറഞ്ഞായിരുന്നു 5 മിനിറ്റ്സ് ടൈം ഫ്രെയിമിൽ മാർക്കറ്റ് വന്നു 1 2 3 ആൻഡ് ദെൻ സപ്പോർട്ട് എക്സാക്ട്ലി വീണ്ടും സപ്പോർട്ട് എടുത്ത് മാർക്കറ്റ് വീണ്ടും മുകളിലേക്ക് കയറിയേക്കാനാണ്. അതൊരു ബൗൺസ് വന്നേക്കാനാണ്. ഓക്കെ, ഓവറോൾ ബൗൺസ് ആണ്. സോ ബൗൺസ് ഇപ്പോൾ സപ്പോർട്ട് എടുക്കുന്നു ഇവിടുന്ന്. അത് തന്നെ നമ്മൾ നോക്കുക. ബൗൺസ് അപ്കമിങ് ടൈമിൽ എത്ര വരെ പോകുന്നതാണ്. സോ നിയറസ്റ്റ് റെസിസ്റ്റൻസ് വരുന്നത് നമ്മൾ നോക്കുകയാണെങ്കിൽ ഇതാണ്. ഓക്കെ, ഇതാണ് നിയറസ്റ്റ് റെസിസ്റ്റൻസ്. ഓക്കെ, ഫുൾ സപ്പോർട്ട് ഇപ്പോൾ അന്ന് കഴിഞ്ഞ ദിവസം അടിച്ച ലോ ഇത് സപ്പോർട്ടാണ്. ഓക്കെ,
ഇത് സപ്പോർട്ടാണ്, നമ്മൾ മാർക്ക് ചെയ്ത് വെച്ചേക്കണം. ഒത്തിരി ടൈംസ് ഇവിടെ സപ്പോർട്ട് ചെയ്തു, ടൈം സ്പെൻഡ് ചെയ്തു. ആൻഡ് എൻഡിങ് ഡയഗണൽ പാറ്റേൺ ഞാൻ എപ്പോഴും പറയാനുണ്ട്, ഡയഗണൽ പാറ്റേൺ ഫോം ചെയ്യണം. ഡയഗണൽ പാറ്റേൺ ഇവിടെ ഫോം ചെയ്തു ഇവർ. ഓക്കെ, ഇത് ഇങ്ങനത്തെ ഒരു ഡയഗണൽ പാറ്റേൺ ഫോം ചെയ്തു. ഓക്കെ, ഡയഗണൽ പാറ്റേൺ ഫോം ചെയ്തിട്ടാണ് പ്രൈസ് വീണ്ടും മുകളിലേക്ക് ഒരു ബൗൺസ് കിട്ടിയത്. റൈറ്റ്, ഇതാണ് ആ ഒരു ഡയഗണൽ പാറ്റേൺ ഉണ്ടായിരുന്നു. സോ ഇവിടെ എന്നിട്ട് ദെൻ ഇവിടെ റെസിസ്റ്റൻസ് എടുത്തുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, ഡയഗണൽ പാറ്റേൺ ഞാൻ ഇപ്പോൾ ഡിലീറ്റ് ചെയ്യുന്നുണ്ട്. നെക്സ്റ്റ് റെസിസ്റ്റൻസ് നമുക്ക് ഫൈൻഡ് ചെയ്യാനാണെങ്കിൽ ഫുൾ ലെഗ് വേണ്ട, ഈ ഒരു ലേറ്റസ്റ്റ് ലെഗ് ഉണ്ടല്ലോ, അതിൻ്റെ 61.0% ആൻഡ് 81.20% മാർക്ക് ചെയ്ത് വെച്ചേക്കണം. അതാണ് നമ്മുടെ റെസിസ്റ്റൻസ്. ഇപ്പോൾ ഇത് കണ്ട 50%-നാണ് റിജക്ഷൻ എടുത്തുകൊണ്ടിരിക്കുന്നത്. ഇത് കണ്ട 50% എക്സാക്ട്ലി അവിടെ റിജക്ഷൻ ഉണ്ട്. സോ നെക്സ്റ്റ് റെസിസ്റ്റൻസ് നമ്മുടെ വരുന്നത് 61.80% ആൻഡ് 81.20 മാക്സിമം ഏരിയ ആണ് റെസിസ്റ്റൻസിൻ്റെ. ഓക്കെ, സോ അത് വരുന്നത് 410 ഏരിയ ആണ്. 410 ആകുമ്പോഴത്തേക്ക് അവിടെ നമ്മുടെ മറ്റ് ട്രെൻഡ് ലൈൻ, ബ്ലാക്ക് ട്രെൻഡ് ലൈൻ്റെ റെസിസ്റ്റൻസ് കൂടി സിങ്ക് ആവുന്നുണ്ട്. ഓക്കെ, സിങ്ക് ആവുന്നുണ്ട് ഇവിടെ. സോ അതും ബ്ലാക്ക് ട്രെൻഡ് റെസിസ്റ്റൻസ് ആണ്, 81.20%. സോ അതായിരിക്കും കുറച്ചുകൂടി ബെറ്റർ റെസിസ്റ്റൻസ്. ഓക്കെ, പ്രൈസ് ഇതിൻ്റെ അബവ് സസ്റ്റെയിൻ ചെയ്യുകയാണെങ്കിൽ 410 അബവ് സസ്റ്റെയിൻ റെഗുലർലി സസ്റ്റെയിൻ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ബ്രേക്ക് ഔട്ട് കിട്ടും. ഓക്കെ, അല്ലെങ്കിൽ വീണ്ടും റിജക്ഷൻ എടുത്ത് താഴേക്ക് തന്നെ വരാനുള്ള ചാൻസസ് ഉണ്ടാകും. ഓക്കെ, ഈ മൺഡേ ഫസ്റ്റ് ഇത് നോക്കണം ഓപ്പണിംഗ് എങ്ങനെയാണ്. ഇൻ കേസ് ഗ്യാപ്പ് ഡൗൺ അങ്ങനെ എന്തെങ്കിലും ഫ്ലാറ്റ് ഔട്ട് ഗ്യാപ്പ് ഡൗൺ ആണെങ്കിൽ സോ സപ്പോർട്ട് നോക്കണി, സപ്പോർട്ട് ഹോൾഡ് ചെയ്യുന്നില്ലാതെ കേട്ടോ. സോ സ്മോൾ ടൈം ഫ്രെയിം ഉപയോഗിക്കാൻ കൗണ്ട് സ്റ്റാർട്ട് ചെയ്താൽ മതി. എപ്പോഴും ഇങ്ങനെയാണ് ചെയ്യേണ്ടത്, ഈ കൗണ്ട്. ഓക്കെ, 1 2 3 കൗണ്ടാണ് മസ്റ്റ്. ഓക്കെ, ഞാനിപ്പോൾ ഇത് സ്മോൾ ടൈം ഫ്രീ റീഡ് ചെയ്യുന്നത് എങ്ങനെയാണ്, ഇത് ഇവിടുന്ന് ഫ്രം ബോട്ടം, ഇവിടുന്ന് ഇത് എ, ഇത് ബി ആൻഡ് സി സ്ട്രക്ചറാണ്. ഇത് കണ്ട 3 മൂവ്സിലാകെ പോയിട്ടുള്ളൂ ഇവിടെ. 1 2 3. ഓക്കെ, പിന്നെ ഇത് ഫുൾ 1 2 3 ദാറ്റ് മീൻസ് ABC കംപ്ലീറ്റ് ആയി കഴിഞ്ഞാൽ AI ആൻഡ് ബിയുടെ ടൈമാണ് ഇത് കൂടുതൽ. ഓക്കെ, ബി ആണ് കൂടുതൽ, ബിയുടെ ഇതാണ് ഇത്. കാരണം വെച്ചാൽ ഫസ്റ്റ് വേവിൻ്റെ ഹൈ ഇതുവരെ ക്രോസ് ചെയ്തിട്ടില്ലല്ലോ. സോ അതാണത്. ഓക്കെ, പിന്നെ എനിക്ക് പറയാനുള്ളത് ഒരു കാര്യം കൂടിയാണ്. എലിറ്റ് വേവ് തിയോറിയിൽ സംടൈംസ് നിങ്ങൾ ഡൗട്ട് ചോദിക്കാറില്ല. എൻ്റെ മെയിൻ എനിക്ക് കംപ്ലയിൻറ്റ് പറയാനുള്ളത് തന്നെയാണ്. നമ്മുടെ സ്റ്റുഡൻസ് ശരിക്കും ഇവരെല്ലാവരും കൂടി ആരും നിങ്ങൾ ഡൗട്ട് ചോദിക്കാറില്ല. ഡൗട്ട് ചോദിക്കാൻ മസ്റ്റായിട്ട് ചോദിക്കും. കാരണം ആ ഡൗട്ട് ചോദിച്ചാലേ നമുക്ക് ഫർദർ പിക്ചർ ക്ലിയർ ആവുള്ളൂ, നമ്മൾ എങ്ങനെ പ്ലേ ചെയ്യേണ്ടത് നെക്സ്റ്റ്. ഓക്കെ, സോ ഇപ്പോൾ എനിക്ക് ഇവിടെ പറയാനുള്ളത് എന്താണ്, ആ ഒരു ഡൗട്ട് ഞാൻ തന്നെ ഒന്ന് ജസ്റ്റ് ഷെയർ ചെയ്തേക്കാം. ഈ എപ്പോഴും നമ്മൾ വേവ് കൗണ്ട് ചെയ്യുമ്പോൾ ഉണ്ടല്ലോ, സോ 1 2 ഇങ്ങനെ ഒരു ഡൗട്ട് ഉണ്ടാവുമല്ലോ സർ, മീൻസ് എങ്ങനെയാണ് നമുക്ക് നെക്സ്റ്റ് എങ്ങനെയാണ് നമ്മൾ ചെയ്യേണ്ടത്, നെക്സ്റ്റ് നമുക്ക് കൗണ്ടിങ് നമ്മുടെ കറക്റ്റ് ആണോ ഇല്ലയെന്നോ. ഓക്കെ, സോ മിനിമം ഒരു വേവ്, ഇപ്പോൾ സപ്പോസ് ഇത് 1 വേവ് കംപ്ലീറ്റ് ആയി, ഇത് 2യുടെ ഫോൾ വന്നു. സോ 2യുടെ ഫോൾ വരുമ്പോഴത്തേക്ക് മിനിമം ഒരു 4 to 5 ക്യാൻഡിൽസ് വേണം അത് നമുക്ക് വേവ് ആയിട്ട് കൗണ്ട് ചെയ്യാൻ. ഈ സപ്പോസ് ജസ്റ്റ് ഒരു 2 ക്യാൻഡിൽ ഫോൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കത് കൗണ്ട് ചെയ്യാൻ പറ്റത്തില്ല. 2 ക്യാൻഡിൽസ് മാത്രമേ, ദാറ്റ് മീൻസ് പ്രൈസ് അത്ര നേരം ഒരു സ്പെൻഡ് ചെയ്തിട്ടില്ല ടൈം. സോ സെക്കൻഡ് വേവിയുടെ ഫോൾ ഓർ ബിയുടെ ഫോൾ അങ്ങനെ എന്തെങ്കിലും വരുമ്പോഴത്തേക്ക് പ്രൈസ് മിനിമം 4 to 5 മിനിമം ക്യാൻഡിൽസ്, അതിൻ്റെ അബവ് എത്രയാണെങ്കിലും കുഴപ്പമൊന്നുമില്ല. ഓക്കെ, 2 ക്യാൻഡിൽസിൻ്റെ ജസ്റ്റ് റീട്രേസ്മെൻറ്റ് അതിന് പ്രൈസ് മുകളിലേക്ക് പോകുകയാണെങ്കിൽ അത് നമുക്ക് കൗണ്ട് ചെയ്യാൻ പറ്റത്തില്ല. കാരണം എന്തെങ്കിലും ഡൗട്ട് വരികയാണെങ്കിൽ വേഗം എന്ത് ചെയ്യുക, നമ്മുടെ ക്യാൻഡിൽസ് പാറ്റേൺ ഉണ്ടല്ലോ, ക്യാൻഡിൽസിലേക്ക് പോവുക. ക്യാൻഡിൽസ് പോയി നമ്മൾ നോക്കുകയാണെങ്കിൽ ക്യാൻഡിൽസിലേക്ക് നമുക്ക് കുറച്ചുകൂടി പിക്ചർ ക്ലിയർ ആകും. ഇവിടെ ക്യാൻഡിൽസ് ഉണ്ട്, ക്യാൻഡിൽസിൽ ലൈനിലേക്ക് പോവുക. ലൈൻ പോവുകയാണ് നമുക്ക് എക്സാക്ട്ലി അറിയാൻ പറ്റും യെസ് ഇവിടെ റീട്രേസ്മെൻറ്റ് എടുത്തിട്ടുണ്ടോ ഇല്ല എന്ന്. ഓക്കെ, സോ അതാണ് നമുക്ക് നോക്കാനുള്ളത്. എപ്പോഴും റീട്രേസ്മെൻറ്റ് എക്സാക്ട്ലി എടുക്കുന്നുണ്ടോ ഇല്ല. അത് ഒരു ചുമ്മാ റീട്രേസ്മെൻറ്റ് ഒരു കുഞ്ഞൊരു 2 3 ക്യാൻഡിൽസിൻ്റെ റീട്രേസ്മെൻറ്റ് നമുക്കത് കൗണ്ട് ചെയ്യാൻ പറ്റത്തില്ല. ദാറ്റ് മീൻസ് പ്രൈസ് അധികം അത്ര നേരോടെ സ്പെൻഡ് ചെയ്തിട്ടില്ല ടൈം. സോ അതാണ് ശ്രദ്ധിക്കാനുള്ളത്. അതിൻ്റെ കുറച്ചുകൂടി ബെറ്റർ ക്ലിയർ വീഡിയോ അപ്കമിങ് ടൈമിൽ ഞാൻ ഷെയർ ചെയ്യാം. നമുക്ക് ഒന്നുകൂടി അത് നോക്കാം. സോ കൗണ്ട് ചെയ്യുമ്പോഴത്തേക്ക് അങ്ങനെയാണ് ചെയ്യാനുള്ളത്. നമുക്ക് അങ്ങനെ നോക്കിയിട്ട് കൗണ്ട് ചെയ്യണം. പിന്നെ മോസ്റ്റ്ലി ഇപ്പോൾ ഞാൻ പറഞ്ഞല്ലോ ABC കംപ്ലീറ്റ് ആയി, ഇത് AI ആൻഡ് B ആണ് നടക്കുന്നത്. B എന്തിനാ B എന്ന് ഞാൻ പറയണേ, അതൊരു റീസൺ ഉണ്ടാവണമല്ലോ. എന്തിനാ ഞാൻ B പറയണേ. 333 കറക്ഷൻ്റെ ഇൻ കേസ് ഇത് 333 കറക്ഷൻ ഓർ ഇങ്ങനത്തെ ഒരു ചാനലാണ് സപ്പോസ് ചാനൽ, ദാറ്റ് മീൻസ് എന്താ പറയുക, നമ്മുടെ എക്സ്പാൻഡിങ് ചാനലാണെന്ന് പറയാം. ഓക്കെ, എക്സ്പാൻഡിങ് ചാനൽ ഇങ്ങനെ ആണെങ്കിൽ ഇതിൻ്റെ ഒരു റൂളാണ് മോസ്റ്റ്ലി ഈ സ്ട്രക്ചർ കംപ്ലീറ്റ് ചെയ്യാനാണെങ്കിൽ അവർ A B ആൻഡ് C തന്നെ കംപ്ലീറ്റ് ചെയ്യുള്ളൂ.
മനസ്സിലായോ? 4th and 5th മൂവ് ഇതിനകത്ത് ഉണ്ടാവാറില്ല. ബ്രേക്ക് ഔട്ട് തരുവാണെങ്കിൽ ഇവിടുന്ന് തന്നെ അവർ ബ്രേക്ക് ഔട്ട് തരും. റീട്രേസ്മെൻറ്റ് തന്നിട്ട് പിന്നെ ബ്രേക്ക് ഔട്ട് തരത്തില്ല. ഇത് റൂൾസാണ്. മോസ്റ്റ്ലി ഇവർ നമ്മുടെ ഇതിൻ്റെ 333 കറക്ഷൻ്റെ റൂളാണ്. ചാനലിൻ്റെ ഓർ ഇതിൻ്റെ 333 കറക്ഷൻ്റെ ഇൻറ്റേർണൽ മൂവ്സ് 3 മൂവ്സിലേ ഉണ്ടാവുകയുള്ളൂ. ദാറ്റ് മീൻസ് ഇവിടുന്ന് പ്രൈസ് മുകളിലേക്ക് പോകുമ്പോൾ 3 ഫോൾ താഴേക്ക് വരുമ്പോൾ ABC. ഓക്കെ, മനസ്സിലാവുന്നുണ്ടോ? മുകളിലേക്ക് പോകുമ്പോൾ ABC, താഴേക്ക് വരുമ്പോഴത്തേക്ക് ABC. ഓരോരോ അതിൻ്റെ റൂൾസ് മസ്റ്റാണ്. ശ്രദ്ധിക്കുക, പഠിക്കുക. റൂൾസ് നമ്മൾ പഠിച്ചില്ലെങ്കിൽ നമുക്ക് അത് പിക്ചർ ക്ലിയറേ ആവത്തില്ല. ഓക്കെ, പിന്നെ എപ്പോഴും B ആണെങ്കിൽ, ഇപ്പോൾ ബിയുടെ ഒരു ഫോളാണ്. എൻ്റെ മോസ്റ്റ്ലി വീഡിയോസിൽ ലേണിംഗ് തന്നെ ഉണ്ടാവുള്ളൂ. ഇന്നൊരു ലേണിംഗ് കൂടി ഷെയർ ചെയ്തേക്കാം. B നമുക്ക് എങ്ങനെ മനസ്സിലാവും ഇത് B ആണ്? ഓക്കെ, B ആണ് നമുക്ക് എങ്ങനെ മനസ്സിലാവുമെന്ന് അറിയാവാം. 2 ആണെങ്കിൽ ടൈം ടേക്കിംഗ് ആയിരിക്കും. B ആണെങ്കിൽ 2 ആണെങ്കിൽ ടൈം എടുക്കത്തില്ല. ദാറ്റ് മീൻസ് കൺസൾട്ടേഷൻ തരത്തില്ല. 2 ആണെങ്കിൽ കുറച്ച് കൺസൾട്ടേഷൻ തരുള്ളൂ. B ആണെങ്കിൽ സപ്പോസ് ഇവിടെ 10 ക്യാൻഡിൽസ് എടുത്തിട്ടുണ്ട്. B ആണെങ്കിൽ 20, 30, 40 ക്യാൻഡിൽസ് വരെ എടുക്കാനുള്ള ചാൻസസ് ഉണ്ടാവും. ദാറ്റ് മീൻസ് B ആണെങ്കിൽ കൺസൾട്ടേഷൻ മസ്റ്റ് ആയിരിക്കും. അവർ കൂടുതൽ ടൈം സ്പെൻഡ് ചെയ്യും. അതിപ്പോൾ ചിലപ്പോൾ പിടി കിട്ടത്തില്ല. അപ്കമിങ് ടൈമിൽ അത് നമുക്ക് മനസ്സിലാകും. ദാറ്റ് മീൻസ് ബിയിൽ സെലേഴ്സ് ആക്റ്റീവ് ആയിരിക്കും കൂടുതൽ. ഓക്കെ, ഓപ്ഷൻ ബയേഴ്സിനെക്കാളും ബെറ്റർ കൂടുതൽ നമ്മുടെ സെലേഴ്സ് ആക്റ്റീവ് ആയിരിക്കും. സെലേഴ്സ് ആയിരിക്കും അതിനകത്ത് കൂടുതൽ ആക്റ്റീവ്. അവിടെ നമുക്ക് ആസ് പെർ ഓപ്ഷൻ ബയർ നമുക്ക് അത് അവിടെ ഒന്നും ചെയ്യേണ്ടെന്നാണ് മോസ്റ്റ്ലി നമ്മുടെ സജഷൻ. അത് തന്നെ ഉള്ളൂ. പിന്നെ എൻട്രി ചെയ്യുമ്പോഴത്തേക്ക് എപ്പോഴും സിയിൽ മാത്രമേ എൻട്രി എടുക്കാവുള്ളൂ. മനസ്സിലായിട്ടുണ്ടാവും, ഐ തിങ്ക് സോ. മനസ്സിലായിട്ടുണ്ടെങ്കിൽ പ്ലീസ് ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യാൻ മറക്കണ്ട. ഓക്കെ, എത്ര ഉള്ളൂ ഇതിനകത്ത് എനിക്ക് പറയാനുള്ളത്. ബാങ്ക് നിഫ്റ്റി അനാലിസിസ് എടുക്കാം. ബാങ്ക് നിഫ്റ്റി അതേ ഒരു ചാനലിലാണ്. ഇതും നിഫ്റ്റിയുടെ പോലെ തന്നെ അങ്ങനെ വരച്ച് വെച്ചോളൂ. കൂടുതൽ ഞാൻ ഇതിനകത്ത് എക്സ്പ്ലനേഷൻ തരുന്നില്ല ഇപ്പോൾ. പിന്നെ ലേണിംഗ് വീഡിയോസ് വേണമെങ്കിൽ പ്ലീസ് എല്ലാവരും ലൈക്ക് ചെയ്യണം. ആൻഡ് ലേണിംഗ് വീഡിയോസ് എന്ന് പറഞ്ഞാൽ അങ്ങനെ ലേണിംഗ് വീഡിയോ ഇടണം. ചാനലിൽ കമൻറ്റ് ചെയ്യണം എല്ലാവരും കൂടി. ലേണിംഗ് വീഡിയോസ് വേണമെന്ന് പറഞ്ഞ് ലേണിംഗ് വീഡിയോസിൻ്റെ കമൻറ്റ് ചെയ്യണം. നമ്മുടെ ദാറ്റ് മീൻസ് ലേണിംഗ് വീഡിയോസ് വേണമെന്നാണ്. സോ അങ്ങനെയാണെങ്കിൽ നമുക്ക് ഫർദർ ഞാൻ വീഡിയോ ഷെയർ ചെയ്യാം. ഓക്കെ, ബാങ്ക് നിഫ്റ്റിയിൽ അങ്ങനെ ചാനൽ പ്രോപ്പറായിട്ടൊന്നും കാണുന്നില്ല. ഓക്കെ, സോ ഇനി ബാങ്ക് നിഫ്റ്റിയിൽ നെക്സ്റ്റ് എന്താണ് വീക്ക്നെസ്? ഇതിൻ്റെ ബിലോ ഈ ഒരു സപ്പോർട്ട് ഇതിൻ്റെ ബിലോ ആണ് ബാങ്ക് നിഫ്റ്റിയിൽ ഒരു വീക്ക്നെസ് നമുക്ക് കിട്ടത്തുള്ളൂ. റെസിസ്റ്റൻസ് ബാക്കിയെല്ലാം കൂടി മാർക്ക് ചെയ്തിട്ടുണ്ട്. ഫോൾ വരികയാണെങ്കിൽ ഏത് സ്ട്രക്ചറിൽ മറ്റേ ഇതുപോലെ 333 കറക്ഷൻ ഇതിനകത്ത് കാണുന്നുണ്ട്. ഒരു 333 കറക്ഷൻ ആണോ ഓർ ചാനലാണോ എക്സ്പാൻഡിങ് ചാനലാണോ നമുക്കത് കൺഫർമേഷൻ കിട്ടിയിട്ടില്ല. ബട്ട് യെസ്, അത് സ്റ്റിൽ ഇതിനകത്തുണ്ട്. അത് മാർക്ക് ചെയ്തേക്കണം ഫ്രം ഹിയർ ടു ഹിയർ. ഓക്കെ, അങ്ങനെ ഒരു മാർക്ക് ചെയ്തേക്കണം. അത് നിങ്ങൾ മാർക്ക് ചെയ്താലേ നമുക്ക് ആക്ച്വലി പിക്ചർ ക്ലിയർ ഇതാവത്തുള്ളൂ കേട്ടോ. യെസ്, ഇങ്ങനത്തെ. ഓക്കെ, സോ ഇതാണ് ഇതിൻ്റെ സപ്പോർട്ട്, ഇന്നത്തെ ലോ. ആൻഡ് ഇടയ്ക്കുള്ള ഒരു റെസിസ്റ്റൻസ് വരുന്നത് ആ ഒരു ഏരിയ. അത് ഇതാണ്. ഇവിടെ പ്രൈസ് ഒത്തിരി നേരം ഇവിടെ ടൈം സ്പെൻഡ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ശ്രദ്ധിക്കുക. 2 ഇൻഡെക്സിൽ ഡയറക്റ്റ്ലി ബ്രേക്ക് ഔട്ട് തരാനുള്ള ചാൻസസ് കുറവാണ്. കാരണം എന്ന് വെച്ചാൽ 333 കറക്ഷൻ ആണെങ്കിൽ ടൈം ടേക്കിംഗ് ആണ്. അതെല്ലാവർക്കും അറിയാലോ, ടൈം ടേക്കിംഗ് ആണ്. ദാറ്റ് മീൻസ് 333 കറക്ഷനിൽ 8 to 12 മൂവ്സ് മിനിമം ഉണ്ടാവാറുണ്ട്. ഓക്കെ, സോ ടൈം ടേക്കിംഗ് ആയിരിക്കും ഈ മൂവ്സ് ഇതിനകത്ത് കംപ്ലീറ്റ് ആയിട്ടില്ല. ചാനലാണെങ്കിൽ ഓക്കെ മേ ബി ബ്രേക്ക് ഔട്ട് തരും. അപ്പോൾ ഡയറക്റ്റ്ലി ആണെങ്കിൽ നമുക്ക് ലൈവ് മാർക്കറ്റിൽ നമുക്ക് കിട്ടും. ഓക്കെ, സോ ബാങ്ക് നിഫ്റ്റിയിൽ എത്ര ഉള്ളൂ. പിന്നെ ബാങ്ക് നിഫ്റ്റിയിൽ ഇൻ കേസ് ആ സപ്പോർട്ട് ബ്രേക്ക് ആയാൽ പിന്നെ താഴത്തെ സപ്പോർട്ട്സ് ഇത് ഈ ഒരു ഏരിയയൊക്കെ ആയിരിക്കും. ഓക്കെ, ഫുൾ ലെഗിൽ ഇന്നത്തെ ലോ ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ യെസ്റ്റർഡേ ലോ ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ ഫുൾ ലെഗിൽ ഇങ്ങനെ ഫിബൊനാച്ചി വെച്ചാൽ മതി. അപ്പോൾ ദാറ്റ് മീൻസ് മോസ്റ്റ്ലി ചാൻസസ് ഉണ്ടാവും ഇൻഡെക്സ് പിന്നെ നമ്മുടെ ഇത് കവർ ചെയ്യാനുള്ള ചാൻസസ് ഉണ്ടാവും. നമ്മുടെ 4th വേവിൻ്റെ ഫോൾ നമുക്ക് കിട്ടാനുള്ള ചാൻസസ് ഉണ്ടാകും. ഓക്കെ, 4th വേവിൻ്റെ ഫോൾ ആണെങ്കിൽ 38.20%, മാക്സ് ടു മാക്സ് 50%. അതൊരു റൂളാണ്. 50% ബിലോ പോവുകയാണെങ്കിൽ അപ്പോൾ കോഷൻ സോണിലേക്ക് പോകും അത്. ഓക്കെ, അത് നമുക്ക് പിന്നെ ഡിസ്കസ് ചെയ്യാം. വരുന്നുണ്ടോ ഇല്ല എന്നെങ്കിലും നമുക്കത് നോക്കിയിട്ട് പിന്നെ ഡിസ്കസ് ചെയ്യാൻ പറ്റുള്ളൂ. ഇനി നമുക്ക് സെൻസെക്സിലേക്ക് കിടക്കാം. സെൻസെക്സ് നിഫ്റ്റിയിലെ പോലെ തന്നെ ആയിരിക്കുള്ളൂ. എക്സ്പാൻഡിങ് ട്രയാങ്കിൾ നമ്മൾ നോക്കുക. ഓപ്പൺ ഈസ് ഈക്വൽ ടു ഹൈ ആൻഡ് ദെൻ യെസ് ലോ. ഇന്നത്തെ ലോ ബ്രേക്ക് സപ്പോർട്ടാണ്, ഹൈ റെസിസ്റ്റൻസ് ആണ്. പെർഫെക്റ്റ്ലി അതുപോലെ തന്നെ. എനിക്ക് കൂടുതൽ ഇതിനകത്തൊന്നും എക്സ്പ്ലനേഷൻ എനിക്ക് തരാനൊന്നുമില്ല കേട്ടോ. സോ എല്ലാവരും അതുപോലെ തന്നെ അത് നോക്കിയാൽ മതി. ഓക്കെ,
യെസ്, വേറെ ഇതിനകത്തൊന്നും കാണുന്നില്ല. ബിഗർ മൂവ്, സഡൻ ഒരു ബിഗ് മൂവ് കിട്ടാനുള്ള ചാൻസസ് ഇച്ചിരി കുറവാണ്. മാർക്കറ്റ് സസ്റ്റെയിൻ ചെയ്യാനുള്ള ഒരു അതിലാണ്, പ്രൈസ് സസ്റ്റെയിൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതാണ് ഇപ്പോൾ മാർക്കറ്റിൽ നടക്കുന്നത്. നിഫ്റ്റി മിഡ് ക്യാപ്സിലേക്ക് ഞാൻ ഒന്നും പറയണില്ല. ഒരു ചാനൽ കൊടുത്തിട്ടുണ്ടായിരുന്നു, അതേപോലെ ചാനലിൻ്റെ അകത്ത് തന്നെയാണ്, ഒരു ചേഞ്ചസ് ഇല്ല, ഒന്നുമില്ല. കണ്ട ലാസ്റ്റ് 2-3 ഡേയ്സ് ആയിട്ടാണ് ഞാൻ ഈ 3-4 ഡേയ്സ് എന്തോ ആയി, ലാസ്റ്റ് 3-4 വീഡിയോസിൽ ഒരേ ചാനൽ കൊടുത്തിട്ടുണ്ട്. ആ ചാനൽ തന്നെയാണ് ഇപ്പോൾ നിഫ്റ്റി മിഡ് ക്യാപ് സെലക്ട്, അതിനകത്ത് തന്നെ കിടക്കട്ടെ, ഒന്നും ചെയ്യാനില്ല. ഓക്കെ, സോ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യാൻ മറക്കണ്ട. താങ്ക് യു സോ മച്ച്.